സൗദി അറേബ്യ അമേരിക്കയുമായി ചേർന്നത് മണ്ടത്തരമാണ്. ഭാവിയിൽ അതിന് വലിയ രീതിയിലുള്ള പ്രതിഫലനമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് 5 മാസത്തോളമായി യുദ്ധം ചെയ്യുന്നു. അറേബ്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഒരു രാജ്യം പോലും അമേരിക്കയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുന്നില്ല. പല ഘട്ടങ്ങളിലായി ഓർമുസ് കടലിലേക്ക് യൂറോപ്യൻ കപ്പൽ അയക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു രാജ്യവും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഇറാന്റെ ഭൂപ്രദേശമാണ്, അതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും ഇല്ലാത്തൊരു ശത്രുവിനെ വരുത്തേണ്ട കാര്യം തങ്ങൾക്കില്ലെന്നുമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിന് മറുപടി നൽകിയത്. അതിൻ്റെ ട്രംപും ഈജിപ്തും തമ്മിൽ, യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലൊക്കെ വലിയ ബന്ധങ്ങളുണ്ട്, വൈകാരിക ബന്ധങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. ഓരോരോ ബജറ്റ് ഓരോരോ വർഷം പ്രഖ്യാപിക്കുന്ന സമയത്തും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രത്യേകമായ രീതിയിൽ പണം നീക്കി വെക്കുക എന്നുള്ളത് അമേരിക്ക എല്ലാ കാലത്തും ചെയ്യുന്നതാണ്. അവരുടെ രാജ്യത്ത് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക ബേസുകളുണ്ട്. സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് അമേരിക്ക സൈനികരെ നിർത്താറുണ്ട്. അവിടെ പല ഈ പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട സൈനിക പ്രാക്ടിക്കലൊക്കെ നടത്താറുണ്ട്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണാടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ നീങ്ങുന്നത്. അവരോടാണ് സഹായം തേടിയത്, പക്ഷേ അവർ സഹായം നൽകില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ ഈ സഹായമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: ആണവായുധ കരാർ വ്യവസ്ഥ ചെയ്തു. അഥവാ അമേരിക്ക സൗദി അറേബ്യക്ക് ആണവായുധം നൽകാൻ തീരുമാനിച്ചു. ഇത് ചരിത്രപരമായിരിക്കുന്ന ഒരു തിരുത്താണ്. ഇതുവരെ അമേരിക്ക അതിന് താല്പര്യം കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പെട്ടെന്നുള്ള ഒരു ഘട്ടത്തിൽ അതിന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇത് തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കം അമേരിക്ക നടത്തിയതിൽ സൗദി അറേബ്യ പെട്ടുപോയി എന്നും പറയാൻ വേണ്ടി സാധിക്കും. സംഭവം ഇറാനെ സൗദി അറേബ്യ ആക്രമിച്ചിട്ടില്ല. സംഭവം ഇറാനെ സൗദി അറേബ്യ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുമില്ല. ആക്രമണം നടത്തിയത് ഇറാഖിലാണ്. ഇറാഖിലുള്ള ഇറാൻ്റെ സൈനിക ബേസ്, അതല്ലെങ്കിൽ ഇറാൻ്റെ മിലിഷ്യ വിഭാഗത്തിൻ്റെ ഏരിയകളിൽ ആക്രമണം നടത്തി എന്നാണ് പറയുന്നത്. അത് എവിടെ എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. 20 പേർ കൊല്ലപ്പെട്ടതും 6 ഉപദേഷ്ടാക്കൾ അതോടനുബന്ധിച്ച് മരണപ്പെട്ടതുമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. വലിയ ആക്രമണം നടന്നിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെയും ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ, ഒരു പിന്തുണയില്ലാത്ത രീതിയിൽ അവരിങ്ങനെ ലോകത്ത് മുഴുവനും ഈ പരിധി നടക്കുകയാണ്. സഹായം തേടി ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സഹായം തേടി നടക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തി. ആരും സഹായിച്ചിട്ടില്ല. ഇപ്പോൾ സൗദി അറേബ്യ മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് വെറുതെ മുന്നോട്ട് വന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റില്ല. കൃത്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ അതിൻ്റെ പിന്നാമ്പുറമുണ്ട്. അതിൽ ഒന്ന് ഇങ്ങനെയാണ്: അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കരാറിൽ ആദ്യം ഒപ്പിട്ടത് UAE ആണ്. ഏറ്റവും ഒടുവിൽ ഒപ്പിട്ട രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. സൗദി അറേബ്യ അത് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് അവർ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിശദീകരണങ്ങൾ ലോകത്തോട് സംസാരിച്ചിട്ടുണ്ട് സൗദി അറേബ്യ. അവർ പറയുന്നു, നിർബന്ധത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി തങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒപ്പിടേണ്ടി വന്നു. ചരിത്രത്തിൽ ആദ്യമായി സൗദി അറേബ്യയുടെ പ്രതിനിധി ഇസ്രായേലിൻ്റെ പ്രതിനിധി സൗദി അറേബ്യ സന്ദർശിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. സൗദി അറേബ്യ രാജ്യമായിട്ടുണ്ടായതിനു ശേഷവും ഇസ്രായേലായിട്ടുണ്ടായതിനു ശേഷം ഈ 2 രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം നയതന്ത്ര വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യപ്പെട്ടത് ആദ്യമായിട്ടാണ്. അതിന് പിന്നീട് ഈ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഗൗരവപരമായിട്ട് വന്നു. ഹമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തി. അങ്ങനെ സംഘർഷാവരിതമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടായി. കൂട്ടക്കൊലകൾ ഗസക്കകത്ത് തുടർ ദിവസങ്ങളിൽ വന്നുകൊണ്ടേയിരുന്നു. പരിഹരിക്കാൻ പറ്റാത്ത വിധം ലോകം അന്താളിച്ചു നിന്ന ഒരു ഭീകര ദിവസങ്ങളും സമയങ്ങളുമായിരുന്നു 2023 ഒക്ടോബർ 7 ശേഷം ലോകം കണ്ടത്. ഇങ്ങനെ സംബന്ധിച്ച് സൗദി അറേബ്യ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്ത് ചെയ്യണം? ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം, അല്ലെങ്കിൽ ഈ യുദ്ധം പൂർണ്ണമായ രീതിയിൽ അവസാനിപ്പിക്കണം. അതിനവർ തയ്യാറായിട്ടില്ല. ആ തയ്യാറാവാത്ത സാഹചര്യം വന്ന സമയത്ത് അവിടെ അബ്രഹാം കരാർ എന്ന് പറയുന്ന വ്യവസ്ഥ സൗദി അറേബ്യ എടുത്ത് മുന്നോട്ട് വെച്ചു. ഗുലാൻ എടുത്തിനായിട്ട് അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ്. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങൾ അബ്രഹാം കരാറിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറുന്നു. ആ കരാർ വ്യവസ്ഥയും തങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യമാകാതെ ഈ കരാർ വ്യവസ്ഥയെക്കുറിച്ച് തങ്ങൾക്കൊരു അംഗീകാരവും ആവശ്യമില്ലെന്നും തങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞതോടുകൂടി ഏറെക്കുറെ
ഈ അബ്രഹാം കരാർ വ്യവസ്ഥ അസ്തമിച്ച രീതിയിലാണ്. ജോ ബൈഡൻ്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ജോ ബൈഡൻ പിന്നീടും പല ഘട്ടങ്ങളിലായി സൗദി അറേബ്യയോട് ഇതിനോട് സഹകരിക്കണമെന്ന് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് അയാളും പല ഘട്ടത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ സ്ഥാനത്ത്, അതായത് ഇലക്ഷൻ സമയത്ത് മത്സരിക്കുന്ന സമയത്ത് പോലും ഡൊണാൾഡ് ട്രംപ് ഈ കാര്യം സൗദി അറേബ്യ സൂചിപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയും ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും അമേരിക്കയും തമ്മിലാണെങ്കിൽ വലിയ സൗഹൃദ ബന്ധമാണ്, നയതന്ത്ര ബന്ധമാണ്. ആ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു തിരുത്തൽ വരുത്താൻ വേണ്ടി ശ്രമം നടത്തി. ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അബ്രഹാം കരാറിലേക്ക് എത്തിക്കാൻ വേണ്ടി സൗദി അറേബ്യ സമ്മർദ്ദത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും അമേരിക്ക നടത്തുന്നുണ്ട്. സൗദി അറേബ്യ നിൽക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും സാഹചര്യങ്ങളും ഉള്ളത്. ഇനി ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ ഭാഗത്തും സൗദി അറേബ്യ തീരുമാനം പുറത്തു വന്നത്. എന്താ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം? ആണവായുധം നൽകാൻ വേണ്ടി കരാർ വ്യവസ്ഥ ചെയ്തു. ആ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആണവായുധം ലഭിക്കുക എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പല ഘട്ടങ്ങളിലും, പല സാഹചര്യങ്ങളിലും, പല സമയങ്ങളിലും, പല അവസ്ഥകളിലും ഈ വിഷയങ്ങൾ UN-ലും അമേരിക്കയിലും മറ്റു പല രാജ്യങ്ങളിലും സൗദി അറേബ്യ നേരിട്ടും അറേബ്യൻ രാജ്യങ്ങൾ മൊത്തത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഏക ആണവായുധമുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. സൈനികപരമായിരിക്കുന്ന ശക്തിയും ബലവും കിട്ടണമെങ്കിൽ ആണവായുധം തങ്ങളുടെ കൈവശത്തിൽ വേണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ അത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സമാധാന ആവശ്യത്തിന് വേണ്ടി പെട്രോളിയം, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മാത്രമേ തങ്ങൾ ഉപയോഗിക്കൂ എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സൗദി അറേബ്യക്ക് സുരക്ഷ നൽകാൻ അമേരിക്ക ഇവിടെ നിലവിലുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം. അതൊന്നും ഏറെക്കുറെ അതൊരു തൃപ്തികരമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും ആ റൂട്ടിലൂടെയാണ് സഞ്ചരിച്ചത്. 10ഓളം അമേരിക്കൻ പ്രസിഡന്റുമാരോട് വ്യത്യസ്ത കാലങ്ങളിൽ സൗദി അറേബ്യയുടെ ഭരണാധികാരികൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർ സമ്മതിച്ചിട്ടില്ല. പെട്ടെന്ന് സുപ്രഭാതത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിങ്ങൾക്ക് ആണവായുധം നൽകാമെന്ന് തീരുമാനിച്ചത്. ആ പ്രഖ്യാപനം നടത്തി. അത് മാത്രമല്ല വന്നത്, F-35 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം, ഇപ്പോഴത്തെ സീരീസിൽ ഏറ്റവും ശക്തിയുള്ള യുദ്ധവിമാനങ്ങൾ ഒന്നായിട്ടാണ് F-35 അറിയപ്പെടുന്നത്. ആ യുദ്ധവിമാനവുമായിട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു സൗദി അറേബ്യ. 48 അല്ലെങ്കിൽ 38 യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യക്ക് നൽകാൻ തീരുമാനിച്ചു. 38 എന്ന് നമ്മൾ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങൾ F-35 ഉള്ളത് ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. അവരുടെ കൈവശത്തിൽ 32 30 ഉണ്ട്. സൗദി അറേബ്യക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് 38. അങ്ങനെ ആ സമയത്ത് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ യുദ്ധവിമാനമുള്ള F-35 യുദ്ധവിമാനമുള്ള രാജ്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സൗദി അറേബ്യ മാറും. അങ്ങനെ വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായിട്ട് സൗദി അറേബ്യ മാറും എന്ന കാര്യം സംശയമില്ല. ഇത് ഇസ്രായേലിനെ ചൊടിപ്പിക്കുകയും ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ഉടക്കുകയും ആ കരാർ വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരികയും ചെയ്തു. F-35 യുദ്ധവിമാനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ സാങ്കേതിക സംവിധാനം അല്ലെങ്കിൽ സാങ്കേതികപരമായിരിക്കുന്ന മികവ് അത്ര മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് നൽകിയത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ടാണ് നൽകിയത് എന്നൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. അഥവാ പൂർണ്ണപരമായിരിക്കുന്ന നിർമ്മിതി പൂർത്തീകരിക്കപ്പെട്ട 100% ക്വാളിറ്റി ഉള്ളതാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത്. അത്ര മെച്ചപ്പെട്ടതല്ല സൗദി അറേബ്യയുടെ കൈവശത്തിലുള്ളത്. വലിയ വിവാദം അന്നുണ്ടായിരുന്നു. ഏതായിരുന്നാൽ പിന്നീട് അത് വാങ്ങിയെന്നോ വാങ്ങിയിട്ടില്ല എന്നോ രണ്ടഭിപ്രായം പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ കരാർ വ്യവസ്ഥ ഇങ്ങനെ ആടി കളിച്ച സമയത്ത് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കൊണ്ട് സാധിച്ചില്ല. അത് അവസരം കൂടി ഇപ്പോൾ അമേരിക്കക്കുണ്ടായി. കാര്യം ഈ മേഖലയിൽ ഒരു സഹായം കിട്ടുന്നില്ല അറേബ്യൻ രാജ്യങ്ങളുടെ അടുത്തുനിന്ന്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ആണവായുധം തരാം. റഷ്യക്ക് ഇതിൻ്റെ സാങ്കേതിക സംവിധാനം ഇറാന് നൽകാമെങ്കിൽ, ഈ ഫ്രാൻസിന് അതിൻ്റെ ആണവായുധത്തെ സാങ്കേതിക സംവിധാനം ഇസ്രായേലിന് നൽകാമെങ്കിൽ, സൗദി അറേബ്യക്ക് അമേരിക്ക നൽകുന്നതിൽ എന്താണ് തെറ്റ് എന്നാരെങ്കിലും ചോദിച്ചാൽ അതും തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങൾ പതിറ്റാണ്ടുകളായി സൗദി അറേബ്യക്കുള്ളത് പൂർത്തീകരിക്കാൻ വേണ്ടി അമേരിക്ക എന്ത് ചെയ്തു? ആണവായുധം നൽകാൻ തീരുമാനിച്ചതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് സൗദി അറേബ്യ അമേരിക്കയുടെ പക്ഷം ചേർന്നു. ആ പക്ഷം ചേർന്ന യുദ്ധമാണ് ഇപ്പോൾ ഇറാഖിന് നേരെ സൗദി അറേബ്യയുടെ ആക്രമണമായിട്ട് മാറിയിരിക്കുന്നത്. സൗദി അറേബ്യ ഒറ്റക്കല്ല, അമേരിക്കയുടെ സംയുക്തമായ രീതിയിലാണ് ഈ ഒരു ബന്ധത്തിൻ്റെ തുടർച്ച ഉണ്ടാവുന്നത്. ആണവായുധം നൽകാൻ വേണ്ടിയിട്ട് അമേരിക്ക
ഉപയോഗിച്ച കുരുട്ട് തന്ത്രം പ്രയോഗിച്ചതാണ്. അതിൽ സൗദി അറേബ്യ വീണുപോയി എന്നുകൂടി പറയാൻ വേണ്ടി സാധിക്കും. വരാൻ പോകുന്ന ഭാവിയിൽ ഇനി ആണവായുധം നൽകാതിരിക്കുമോ എന്ന കാര്യം ആരെങ്കിലും ചോദിച്ചാൽ അതിന് പോലും കൃത്യമായ രീതിയിൽ ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല. കാര്യം ഒരു പക്ഷത്തുള്ളത് അമേരിക്കയാണ്. വാക്ക് പാലിക്കാറില്ല, കരാർ വ്യവസ്ഥ പാലിക്കാറില്ല. എല്ലാം കീഴടക്കുന്ന ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി നിലനിൽക്കുന്ന ട്രംപിന് മുൻപിൽ ഇത് എങ്ങനെ അവസാനിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ സന്ദേഹമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.